എന്താ ഭയങ്കര സൗകര്യ ഇവിടെ നമുക്ക് ഓടി കളിക്കാം അത്രയ്ക്ക് അധികമാണ് സരിത അഭിനയിക്കുന്ന നാടകം എന്താകുമോ എന്തോ ആരാ അവിടെ എന്നെ തനിച്ചാക്കി ചേട്ടൻ അകത്തേക്ക് ഒഴിക്കട്ടെ എന്നോട് ചോദിക്കണ അനുവാദം ഇത് നല്ല പോലെ കറക്റ്റ് ആയിട്ട് ബന്ധുണ്ട് ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ വാ വാ മനോരഞ്ജിനി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ വീണ്ടും ഒരു പാചകമായിട്ട് വരാണ്. അതിന് മുന്നേ നമ്മുടെ ഡ്രസ് വർക്കിന്റെ പണി കഴിഞ്ഞു. അതിന്റെ ഉൾവശം ഉള്ളിൽ നിന്നിട്ട് കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ നമ്മളത് ശരി മറന്നുപോയി. അപ്പൊ നമുക്ക് മോളിലേക്ക് ഇത് പോയിട്ട് വരാം. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇവിടെ എന്നിട്ട് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൾവശം ഇപ്പൊ സാധാരണ പോലെ ഇവിടത്തെയാണ് പ്രത്യേകതകൾ. ബാക്കിയുള്ള വശമൊക്കെ സാധാരണ പോലെയാണ്. അതന്നെ ഇങ്ങനെ 3 സൈഡിലേക്കും പോയിണ്ട്. അവിടെ മാത്രമല്ലോട്ടാ ഇങ്ങനെ ഈ 3 മുഖപ്പിന്റെ നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് പണി ഇവർക്ക് കൂടുതലായത്. കണ്ട ഇവിടെ ഒരു പാത്തി വരും. പിന്നെ വെള്ളം ടാങ്ക് നമ്മള് നിലത്തല്ലല്ലോ വെച്ചേക്കണേ, ഇങ്ങനെ ഉയർത്തി വെച്ചേക്കണ കാരണം അതിന്റെ മോൾ ഭാഗത്ത് വേറെ ഒരെണ്ണം അടിക്കേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൗകര്യ ഇവിടെ നമുക്ക് ഓടി കളിക്കാം അത്രയ്ക്ക് അധികമാണ്. നമുക്ക് മഴ പെയ്താലും നമുക്ക് കാലത്ത് നടക്കണമെങ്കിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലമാണ്. ഇതിന് മുകളില് 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് മുകളില്. അതുകൊണ്ടാണ് അത് പ്ലെയിൻ ആയിട്ടാണ്. വെറുതെ ഒരു കയറി ഇറങ്ങലൊക്കെ ഇതൊന്നുമില്ല. അപ്പൊ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. വേഗം പോവാം. അതെ, നമ്മളെ തേടിയിട്ട് ഒരു പെട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. ആ പെട്ടിയിൽ കുറച്ച് സാധനങ്ങളുണ്ട്, അത് കാണിച്ചു തരാം. അപ്പൊ ഇതില് കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എവിടെയാന്നറിയോ കണ്ടേക്കണം? ഞങ്ങള് കണ്ടിട്ടുണ്ട്. ഇവിടെ പോയപ്പോ എക്സിബിഷന് പോയപ്പോ ഒരു സ്റ്റാൾ ഇതായിരുന്നു. അതിരപ്പള്ളി ചേട്ടാ ഈ ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. അതിരപ്പള്ളിയിലത്തെ ആദിവാസികളില്ലേ, അവിടെ അവര് ഉൽപ്പാദിപ്പിക്കുന്ന, അവര് കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങൾ വെറും 100% ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ്. അതിങ്ങനെ ആ കാടിന്റെ ഉള്ളിൽ നിന്ന് കളക്ട് ചെയ്ത് നല്ല പാക്ക് ചെയ്ത് കൊടുക്കുന്നു. അതില് തേനൊക്കെ ഉണ്ട്. തേനൊക്കെ അവര് ഈ മരത്തിൽ നിന്നും ഈ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. ഇത് ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ കേരള ഗവൺമെന്റിന്റെ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അല്ല സരിത? വായിക്കാത്ത ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ ഇതിൽ നോക്കിയിട്ട് ഇത് ചെയ്തത്. നമ്മൾ ഗൂഗിളിൽ അതിരപ്പള്ളി ട്രൈബൽ വാലി എന്ന് സെർച്ച് ചെയ്താൽ മതി. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോഡക്ട്സുകൾ കാണാൻ പറ്റും. ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ അത്രയും എന്താ പറയാ 100% നമുക്ക് വിശ്വസിക്കാവുന്ന നല്ല വിലയുണ്ട് കേട്ടോ. അതിനനുസരിച്ച് ഓരോ തുള്ളി തേനിനും വിലയുണ്ട്. നമ്മൾക്ക് ഇവിടെ തേനിന് ഇവിടെ 1 കിലോ തേൻ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത് 350 കിലോ തേൻ. പക്ഷെ ഇതിന് നോക്കിയാൽ ഇതിന് നല്ല അതിനേക്കാളും വില. തേങ്ങ കണ്ണാട വെക്കാത്ത ഒരു സാധനം കാണാനില്ല. അടുപ്പ് കണ്ണാട ഇവിടെ ഉണ്ടല്ലേ. കണ്ണാട വെച്ചിട്ട് കണ്ണാട വെക്കണ്ട. അല്ലെങ്കിൽ ഒന്നാമത്തേല് കറുപ്പ് അതിൽ എഴുതിയേക്കണതൊന്നും എനിക്ക് കാണാനില്ല. ഇത് 300 ഗ്രാമാണ് ഈ തേൻ. ഇതിന്റെ വില എത്രയെന്ന് പറയും? 450 രൂപ അങ്ങനെ. പക്ഷെ എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ശുദ്ധമായ തേൻ. നമ്മുടെ ഡോക്ടർ ഉണ്ടല്ലോ, ശ്രീദേവി ഡോക്ടർ, ഇങ്ങനത്തെ തേനാണ് മരുന്നുകളിൽ ഉപയോഗിക്കുക. ഡോക്ടർ വയനാട്ടിൽ കാട്ടിലേക്കൊക്കെ പോയിട്ട് ആദിവാസികളിൽ നിന്നാണ് ഇത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുക. അതുകൊണ്ട് അവിടുത്തെ മരുന്നുകൾക്ക് വിലയുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ നല്ല അടിപൊളി ചില്ലുകുപ്പിയിൽ പാക്ക് ചെയ്ത് ഇത് തരുന്നത് ഏറ്റവും വലിയ രസമുണ്ടത്. ഒരു പാക്ക് ചെയ്ത സാധനം ഇതിലല്ലേ? ചില്ലുകുപ്പികളിലത്തെ സാധനങ്ങളൊക്കെ ഇതിലാ വരണേ. നമുക്ക് വന്നേക്കണം എന്തിട്ടൊക്കെയാന്നറിയോ? ബ്ലാക്ക് പെപ്പർ കേട്ടാ. ദേ കണ്ട, കുരുമുളക്. ഇതൊന്നും തുറന്ന് കാണുമ്പോ തന്നെ കണ്ട നല്ല റിച്ച് ലുക്ക് അല്ലേ, നല്ല സ്റ്റാൻഡേർഡ്. ഞാൻ തുറക്കാം. കുരുമുളകാണ് ഇത്. കുരുമുളക്. ഇതിന്റെ പാക്കിംഗ് ഒക്കെ കണ്ട നല്ല ഒക്കെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് കടലാസാണിത്. അപ്പൊ അങ്ങനെ ബ്ലാക്ക് പെപ്പർ. പിന്നെ അതേ മഞ്ഞൾപ്പൊടി. ഇത് നമ്മളുടെ വീട്ടില് നമ്മള് മഞ്ഞൾ കൃഷി ചെയ്തിട്ട് ആ മഞ്ഞള് പൊടിപ്പിക്കില്ലേ, അപ്പൊ ഈ കളറായിരിക്കും. ഇതാണ് മഞ്ഞക്കൂവേര പൊടി. മഞ്ഞക്കൂവേര പൊടി. പിന്നെ തെള്ളി ധൂപ. അതൊരു സാധനം. തെള്ളി ധൂപ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഇത് പെപ്പർ പൗഡർ ഉണ്ട്, കുരുമുളക് പൊടി. പിന്നെ നോക്കിയേ, വിഷം അടിക്കാത്ത ഏലക്കായ കണ്ട ഇങ്ങനെയാണ് ഇരിക്കുക. ഏലക്കായയിലാണ് ഏറ്റവും കൂടുതൽ വിഷം എന്നാണ് സജീവൻ പറയണ്ടായിരുന്നു. ടെസ്റ്റ് ചെയ്തപ്പോ നമ്മുടെ ശ്രീദേവി ഡോക്ടർ അതിന്റെ തൊലി ഉപയോഗിക്കില്ല, കിട്ടാനില്ല എന്നിട്ട് തൊലി കളഞ്ഞിട്ട് ഉള്ളിലത്തെ കുരു മാത്രം എടുക്കുള്ളൂ.
അങ്ങനെ. പിന്നെ ഇതെന്തുട്ടാ, ഇത് കോഫി പൗഡർ. അതുകൊണ്ടൊക്കെ കാപ്പി വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ പറയാട്ടോ, പിന്നീട് പറയാം. അപ്പൊ ഇതൊക്കെ നമുക്ക് അയച്ചു തന്നത് ആരാച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ പേര് ജോളി എന്നാണ് ആളുടെ പേരിട്ട്, നമ്മുടെ സബ്സ്ക്രൈബർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ www.തരങ്ക.com കയറിയിട്ട് വാങ്ങിക്കാവുന്നതാണ് കേട്ടാ. 100% ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ, ഇത്തിരി പൈസ കൂടിയാലും നല്ല സാധനങ്ങൾ വാങ്ങണം എന്നുള്ളവർക്ക് ഇത് മറ്റേ ആദിവാസികളുടെ അവര് കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണല്ലോ, അവർക്കും കൂടി ഒരു ഗുണം ഉണ്ടാവണ കാര്യല്ലേ. പിന്നെ അതേപോലെ തന്നെ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് വിത്തുകളും കിട്ടും നമുക്ക്. ആള് വിത്ത് നമുക്ക് ഒരെണ്ണം അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ പൂക്കള്, നല്ല ഭംഗിയുള്ള പൂക്കള്. ഞങ്ങൾ ഈ കള്ളി കണ്ടത്, ആ കള്ളി നോക്കിയാൽ അതിന്റെ പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കി ഞങ്ങള്. അതിന്റെ ഉള്ളിൽ ആകെ കാട് പിടിച്ചൊക്കെ ആയിരുന്നു. എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഇനി ഇത് പൂക്കളൊക്കെ നടാൻ പോവാട്ടാ. പൂക്കള് ഇവിടെ ഓർഗാനിക് വളങ്ങള്, ഓർഗാനിക് വളങ്ങൾ കിട്ടും അതിന്ന്. പിന്നെ പണിയായുധങ്ങള്, ഗാർഡൻ ടൂൾസ് ഇല്ലേ, എല്ലാം കിട്ടും. പൂന്തോട്ട നിർമ്മാണത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള ചെറിയ ടൂൾസുകളൊക്കെ അതിൽ ഈ തരങ്ക.com കയറി നോക്കിയാൽ കാണാം, ഗാർഡൻ സംബന്ധിച്ച്. പിന്നെ ഇതുപോലെ പാള കൊണ്ട് ഉണ്ടാക്കുന്ന പാത്രങ്ങൾ, ഐസ്ക്രീം പാത്രങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ അതിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതില് നമുക്ക് വേറെ ഒരു സാധനം തന്നിട്ടുള്ളതാണ്, മുളയേരി തന്നിട്ടുണ്ട്. അതെ എവിടെ ചേട്ടാ? മുളയേരി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ട് ബാംബു റൈസ്. ഇതും ഈ ഉൽപ്പന്നം തന്നെയാണ് കേട്ടോ, അതിരപ്പള്ളി. അപ്പൊ മുളയരിയുടെ പായസം നമ്മൾ മുന്നുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് മുളയരി ഇത് ഇന്ന് പൊട്ടിച്ച് 2 മണിക്കൂർ മുമ്പ് നമ്മള് അത് ഞാൻ കാണിച്ചു തരാം തന്നെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോ ഇത് ശരിയാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മുന്നേ തന്നെ ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഈ പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള 1 കപ്പ് അരി കൊണ്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കണേ. ആ 1 കപ്പ് അരി എടുത്തിട്ട്, മുളയരി എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തു, എന്നിട്ട് വെള്ളത്തിലിട്ട് 2-3 മണിക്കൂറായി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടുള്ള പായസമാണ്. ഇന്ന് മഹാനവമിയാണല്ലോ, അപ്പൊ നല്ല ഐശ്വര്യമായിട്ട് നമുക്ക് ഒരു പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതിനു വേണ്ടിട്ട് അപ്പൊ ഇവരെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ വെച്ചു. അപ്പൊ അവര് അയച്ചു തന്നിട്ട് ഇവരെ കുറിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വീഡിയോയിൽ കാണിച്ചാൽ മതി, പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പെട്ടി വന്നിട്ട് ശരിക്കും പറയാം കുറച്ച് ദിവസമായി നമ്മൾ പൊട്ടിച്ചൊക്കെ നോക്കിയപ്പോ അടിപൊളി സാധനങ്ങളാണ്. അപ്പൊ ഈ സാധനങ്ങള് നമ്മള് അന്ന് എക്സിബിഷന് പോയപ്പോ ഒരു സ്റ്റാള് വരെ ഉണ്ടായിരുന്നു ഈ അതിരപ്പള്ളി പ്രോഡക്റ്റ്. അപ്പൊ അവര് നമുക്ക് ഇതൊക്കെ വിശദീകരിച്ച് തന്നപ്പോ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സമ്മതിക്കോ, അവിടെ അവര് കൃഷി ചെയ്യുന്ന സ്ഥലമൊക്കെ അതിരപ്പള്ളിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാനൊക്കെ പറ്റുമെന്ന് വെച്ചപ്പോ അവര് പറഞ്ഞു നോക്കട്ടെ ട്ടാ, അത് പറ്റും ചെയ്യും, ഞങ്ങള് നിങ്ങളെ അറിയിക്കാൻ. എന്നിട്ട് നമ്പറൊക്കെ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അവര്. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് 2-3 മണിക്കൂർ വെള്ളത്തിലിട്ടുള്ള മുളയരി ഇതാ, അത് നമ്മള് കുക്കറിലേക്ക് ആക്കാൻ പോകണം. ഇതിൽ വെള്ളം ഊറ്റി കളയല്ലേ, വീണ്ടും ഒരു വട്ടം ഊറ്റി കളയല്ലേ. ഇത് അല്പം കുതിർന്നിട്ടുണ്ടാവും. ഇത് ആള് ഇത്തിരി മുറുക്കം കൂടിയ ടൈപ്പാണ്, ഞാൻ അങ്ങനെ ടൈപ്പല്ല. ഞാൻ മുളയരി പായസം ഇവിടേക്ക് പോയില്ലേ തരുത്. ഇത് കുക്കറിലേക്ക് ഇരുന്നു കേട്ടാ, മൃഗശാലയിലേക്ക് പോയില്ലേ. അപ്പൊ അവിടെ മുളയരി പായസം ഉണ്ട്. ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് വന്നിട്ടുള്ള തന്നെയാണ്. ഏത് അതിരപ്പള്ളി വശത്ത് തന്നെ വന്നിട്ടുള്ള മുളയരി പായസം, അതിരപ്പള്ളി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൻ്റെത്. അപ്പൊ വെള്ളം ഒഴിക്കണം കേട്ടോ, അത് വെള്ളം ഒഴിക്കണം കേട്ടോ. എനിക്ക് തിരുണ്ട് ഒഴിച്ചോ മതി. അപ്പൊ അവിടെ മുളയരി പായസം ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ. അപ്പൊ കുക്കറിൽ തീ കത്തിച്ചു വിടാ. അപ്പൊ നമ്മള് ഒരു ലൈറ്റ് ഒക്കെ വെക്കേണ്ടി വരും തോന്നുന്നുണ്ട്. നമ്മള് രാത്രിയില് ഫ്രണ്ടിലത്തെ മുറ്റത്ത് നിന്നിട്ടല്ല പാചകം ചെയ്തിട്ടുള്ളൂ, ഇവിടെ നിന്നിട്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഇവിടെ രാത്രി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. വിസിലടിച്ചു, നമുക്ക് സിമ്മിലിടാം. ഒരു 20 മിനിറ്റ് സമയം സിമ്മിലിടണം കേട്ടാ. അപ്പൊ നമ്മള് സിമ്മിലിട്ടിട്ട് 20 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. നമ്മളിതിന്റെ തീ ഓഫ് ചെയ്യണം കേട്ടാ. മഴ ഒരു ലക്ഷണമുണ്ട്. അപ്പൊ നമ്മളെ ശർക്കര വിൽക്കാൻ പോകണം. ശർക്കര വിൽക്കുന്നത് നമ്മൾ അവിടെ അമർത്തി പിടിക്കരുത്. നമ്മുടെ ഈ പായസം ഉണ്ടാക്കണ നമ്മുടെ ഈ ഉരുളിയിൽ തന്നെയാണ് നമ്മൾ ശർക്കര വിൽക്കുന്നത് കേട്ടാ. അപ്പൊ നമ്മളെ മറയൂർ ശർക്കരയാണ് ഉപയോഗിക്കുന്നത് കേട്ടാ. നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞ പോലെ നമ്മള് 1 കപ്പ് അരിയിലേക്ക് അല്ല 1 കപ്പ് മുളകരിയിലേക്ക് 400 ഗ്രാം 400 കൂടും. ഇല്ല കൂടില്ല, അതാണ് എടുക്കുന്നത് കേട്ടാ. പിന്നെ 2 നാളികേരത്തിന്റെ പാല് അതന്നെ. അപ്പൊ അതൊന്ന് ഉരുക്കാം നമുക്കിത്. 100 ഗ്രാം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇതൊരു കൈ കണക്കാണ് കേട്ടോ എൻ്റെ 100 ഗ്രാം എന്നുള്ളത് കേട്ടാ. ഇതിനെ ഈ ഒരു ഭൂപടം അല്ല ഒരു സമയത്ത് കട്ടേറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റാണിത് 100 ഗ്രാം. കൊണ്ടുപോയി തൂക്കം നോക്കി കഴിഞ്ഞാൽ 100 ഗ്രാം ആയിരിക്കും ചിലോ കാണാ. അയ്യോ ഇത് വെള്ളം ഒഴിക്കട്ടെ.
അത്രയ്ക്ക് കോൺഫിഡൻസ് ആണെങ്കിൽ നമുക്കൊന്ന് നോക്കണല്ലോ. ഞാൻ ആ ശർക്കര സ്കെയിൽ എടുത്തിട്ട് വരാം. വെള്ളം ഒഴിക്കുന്നു കേട്ടാ. ശരീരം ഇളക്കാനുള്ള ആദ്യത്തോടെ ചട്ടകം 100 ഗ്രാം ഉണ്ടോന്ന് അറിയണല്ലോ. എന്തായാലും സരിതര പരീക്ഷണല്ല ചേട്ടനല്ലേ. എന്നിട്ട് സരിത ത്രാസ് പോണം കേട്ടാ. സീറോയിലാണോ ഗ്രാമിലാണോ നോക്കണേ? ഗ്രാമിൽ ഇനി നോക്ക. എന്താ പറ്റിയത്? എന്താ പണി കഴിഞ്ഞാ? സെറ്റായില്ലേ? ഓം ഹ്രീം കാളിക്രീം എത്രയുണ്ട്? 130 ഗ്രാം. അത് ഉറകളയി. ശർക്കര മാത്രം നോക്ക്. 30 ഗ്രാം ഈ ഇതാണ് ഞാൻ പറഞ്ഞ കറക്റ്റായി. അല്ല ഇത് സീറോയിലേക്ക് വെക്കും. ഞാൻ പറഞ്ഞുതരാം. ഇതാട്ടാ ഇത് സീറോയിലേക്ക് വെക്ക്. സീറോയിലേക്ക് വെക്ക്. ഇനി ആ ശർക്കര അരിക്കും മുഴുവൻ വെച്ചെടുത്ത് 69 84 124 ഗ്രാം. അയ്യോ നോക്കിയേ, അത് കുറയ്ക്കാണ് 100ലേക്ക് ആവാനായിട്ട്. അപ്പൊ അതാ അപ്പൊ അതിലേക്കല്ലേ 400 ഗ്രാം വേണ്ട, അതിലേക്കല്ലേ ഇടണ്ടേ? ആ അപ്പൊ എന്റെ ഏകദേശം കാൽക്കുലേഷൻ ഒക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടാ. അതന്നെ ആ ഒരു കഷ്ണം ഇരിക്കുന്നു. ഏകദേശം ഒരു നേരി വ്യത്യാസമല്ല വന്നുള്ള സരിത. കുഴപ്പമില്ല. അല്ല ചേട്ടാ അതിങ്ങനെ പിന്നെയും പറഞ്ഞപ്പോഴേ എനിക്കൊരു ആകാംക്ഷ നോക്കാൻ. ശർക്കര ഉരുക്കി തുടങ്ങിട്ടാ. അതന്നെ ഇതുള്ള ആരും കുഴപ്പമില്ല. ഏതൊക്കെയോ ജീവികൾ കടിക്കണു കാലുമേ. കൊതുക എന്ന് വിചാരിച്ചിട്ട് അടിച്ചേ, പക്ഷെ വേറെ എന്തോ ജീവിയായിരുന്നു. കൈ കഴുകിട്ട് വരാം. ശർക്കര ഇത് അരിക്കേണ്ട ആവശ്യമില്ല. ഇതേ അരിക്കേണ്ട ആവശ്യമില്ല ചേട്ടാ ഈ ശർക്കര. ഉണ്ണി ഇത് അവിടെ കൊണ്ടുവച്ചോ? ഇത് ആമസോണിന്ന് വാങ്ങിച്ചതാട്ടാ, കിച്ചൺ സ്കെയിൽ എന്ന് പറഞ്ഞിട്ട്. അതിനെന്താ വില? ഇതിന് 169 ഇത്ര കണ്ടുള്ളൂ. നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ ഗ്രാം കണക്കിന്. നമ്മളെ കയ്യിലുണ്ട് സ്വർണ്ണം നോക്കണത് ഒരെണ്ണമുണ്ട് കോണ്ടാക്ടിന്റെ 26,000 വരെ. ഇത് എന്റെ ഇപ്പൊ പറയാ പറയാ കഴിഞ്ഞു. അപ്പൊ നമുക്ക് തുറന്നു നോക്കി നോക്കാം, എന്തോ നോക്കാം. ചെയ്യാൻ പറ്റും ചേട്ടാ. അതിലേക്കൊന്നും ഞാൻ നോക്കണ്ട്. നോക്കിയാ വീഴില്ലാന്ന്. അപ്പൊ നമ്മുടെ ശർക്കര ഉരുക്കിട്ടാ നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഇത് നോക്കാം. പറയണ ചേട്ടാ ഇത് നോക്കാം. ഇത് അടിപൊളിയായിട്ട് വെന്തുണ്ട്. കറക്റ്റ് ആയിട്ട് വെന്തുണ്ട് കേട്ടോ. നോക്കിയാ കണ്ട നല്ല പോലെ വെന്തുണ്ട്. അപ്പൊ നമ്മുടെ ശർക്കര ഉരുക്കിലേക്ക് നമ്മള് ഈ മുളയരി കണ്ട് ഇടുന്നു കേട്ടാ. ഇത് നല്ല പോലെ കറക്റ്റ് ആയിട്ട് വെന്തുണ്ട്. ഇന്നാള് നമ്മൾ ആക്കിയപ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും വെന്തുണ്ടായിരുന്നില്ല. കടിച്ചിരിക്കേണ്ടി വരും. ഇത് ശരിക്ക് നമ്മുടെ ഗോതമ്പിന്റെ ആ പരുവായിട്ടുണ്ട് ശരിക്ക് കറക്റ്റ്. അത് തന്നെ ഈ പായസത്തിന് അന്നത്തെക്കാളും ടേസ്റ്റ് കൂടും. ഇനി നമ്മൾ ഇളക്കണം കേട്ടാ. അപ്പൊ ഇന്നത്തെ മുളയരി പായസത്തിന് ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും കേട്ടാ. ശരിക്ക് മുളയരി നല്ല പോലെ ലയിച്ചു തുടങ്ങിയിട്ട് നല്ല രസമായി കണ്ട. ആ വേവ് കറക്റ്റായ കാരണം കണ്ട അതിന്റെ ഒരു പ്രത്യേക ഗ്ലാമറായി. അപ്പോ അന്ന് നമ്മൾ എന്ത് അറിയാം, കുതിർത്തിയില്ല ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ക്രഷ് ചെയ്തില്ല. അപ്പൊ അതിന് 2-3 പേര് അതില് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് പ്രകാരമാണ് ചെയ്യുന്നത്. അത് 2 മണിക്കൂറോളം കുതിർത്തി ക്രഷ് ചെയ്തു. പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പിന് പകരം നാളികേര കുത്താണ് മൂപ്പിച്ച് ഇടാൻ പറഞ്ഞു. അപ്പൊ ടേസ്റ്റിന് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുന്നു. അങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങൾ തന്നു. അപ്പൊ ആ നിർദ്ദേശങ്ങൾ കൂടി നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഇന്നത്തെ പായസം വയ്ക്കുന്നത്. സൈതൊരു പാട്ട് പാടി ആ മുളയരി പായസം. അതായത് ഈയാമ്പാറ്റ വരുന്നുണ്ട്. അപ്പൊ മറ്റേ മുളയരി പായസം വയ്ക്കുമ്പോ അതന്നെ നമുക്ക് അതാണ് വരെ. അതെ ആ സിനിമയില് നമുക്ക് അന്ന് കാണുമ്പോ അത്ര വലിയ ഈയാമ്പാറ്റകളുണ്ട് കേട്ടാ. ഞങ്ങള് അവറ്റയുടെ ഓടിപ്പിന്റെ തിരക്കിൽ തന്നെയാണ് ഈയാമ്പാറ്റ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമായി. അല്ല
ചേട്ടൻ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ അതൊക്കെ വാക്കുകളൊക്കെ വന്ന് പകുതിക്ക് വന്ന് മുറിഞ്ഞു പോവാ. എന്നിട്ട് ഒരു ടെൻഷൻ കേറിണ്ട് ചേട്ടന്, ഇത് ചെയ്യാൻ പറ്റത്തില്ല, വന്ന് വീഴാവോന്ന്. ആർക്ക് പേടി? എനിക്ക്. മറ്റേ കൊതുകിന്റെ ബാറ്ററി ഞങ്ങളൊക്കെ അടിച്ചു കൊടുപ്പിക്കുന്നു, പക്ഷെ അതില്ല. ഇതാ ഇങ്ങനൊരു ഇതിപ്പം പറയും ചേട്ടാ, കറക്റ്റ് ചെയ്ത്. മുളയരി നമുക്ക് അടിപൊളി പായസമാക്കി മാറ്റാൻ പോകും കേട്ടോ. അടിപൊളി പായസമായിരിക്കും. നമ്മള് നാളികേരം പാല് ഒന്നും തന്നെ ചേർത്തിട്ടില്ല കേട്ടപ്പോ. ഇത് വരട്ടി വരണം. നമുക്ക് അരിക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്തത് ചെയ്യാൻ പറ്റില്ല പോയി. അവർ കേട്ടത് പറഞ്ഞത്. ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർക്കണ്ട കേട്ടാ. ഒരു 1/2 ടീസ്പൂൺ കൂടി മതി. ഇനി കാച്ചിമ്പിടല്ലോ. അതെ, മുളയരി കൂടുതൽ വയനാട് വശത്താന്ന് തോന്നുന്നുണ്ട് കേട്ടാ. വയനാട് വശത്ത് ചേരേട്ടൻ വാങ്ങിച്ച് വരയ്ക്കാൻ ഇത് ചെയ്യാറുണ്ട്. മറ്റേ ഇതിലേക്ക് ചേർക്കാറുണ്ട്. ചെയ്യാൻ പറ്റ ചേട്ടനൊന്നും അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല അല്ലേ. പായസം വരട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നെ തനിച്ചാക്കി ചേട്ടൻ അകത്തേക്ക് പോയി. ഇവിടെ ഞാനും ഇരുട്ടും നക്ഷത്രങ്ങളും എന്ന് പറയാൻ പറ്റില്ല, നക്ഷത്രങ്ങളൊന്നും കാണാനില്ല, അല്ലെങ്കിൽ നക്ഷത്രങ്ങളും മാത്രം എന്ന് പറയാമായിരുന്നു. പകലൊളി മായുമ്പോ ഇരുളല മൂടുമ്പോ ഇരുളു വീഴും വഴിയിൽ നീ തനിയെ പോകുമ്പോ വിങ്ങുമീ രാത്രി തൻ നൊമ്പരം മാറ്റുവാൻ അങ്ങകലേ നിന്ന് മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. ചേട്ടനെ കാണാനില്ലല്ലോ. ചേട്ടനോട് ഞാൻ പറഞ്ഞേ വല്ല കഥയൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ, പണ്ടത്തെ എല്ലാം ഓർമ്മയുണ്ടെങ്കിൽ. അത് ഞാനൊന്ന് ആലോചിച്ചിട്ട് വരാന്ന് അകത്തേക്ക് പോയിതാ. നമ്മുടെ മുളയരി ശർക്കര നന്നായി വരട്ടി വന്നിട്ടുണ്ട് കേട്ടാ. നല്ല പഞ്ചാമൃതം പോലെയില്ലേ. അപ്പൊ നമ്മള് നാളികേരം പാൽ ഒഴിക്കാൻ പോണ്. ഇത് 2 നാളികേരത്തിന്റെ 2ാം പാലാണ് കേട്ടാ. അതിലേക്ക് ഒഴിക്കാൻ ബാക്കിയുള്ളത്. ആഹാ, നല്ല പരിപ്പ് പായസന്റെ പോലെയുണ്ട്. ബാക്കിലോണ്ട് ഒഴിക്കണം. അത് ചെയ്യാൻ പറ്റാതെ കുറച്ചു നേരത്തെ ശല്യം ഉണ്ടായിരുന്നു. അതെ ഇപ്പൊ ഇല്ല. 2 ആഴ്ചകളായിട്ട് നമ്മൾ കമന്റ് വായനേരെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടാ. സമയം കിട്ടണില്ലിരുന്ന് കമന്റ്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വായിക്കാനായിട്ടേ സമയം കിട്ടില്ലേ. കാരണം ശനി ഞായർ ദിവസങ്ങളിലാണ് റിഹേഴ്സല്, നാടകത്തിന്റെ റിഹേഴ്സൽ. ഇപ്പൊ ആവാറായില്ലോ, ഇനി അധികം ദിവസമില്ലല്ലോ. അപ്പൊ അത് കാരണം കൊണ്ടാണ് കേട്ടാ. എന്ന് വിചാരിക്കരുത്. ഈ ആഴ്ചകളിൽ പ്രധാന 2-3 കമന്റ്സ് ഒക്കെ എടുത്തിട്ട് നമ്മള് ഇനി വായിക്കണം. ഇപ്പൊ അടുത്ത ഞായറാഴ്ച തീരെ സമയം കിട്ടില്ല. അടുത്ത ഞായറാഴ്ച അല്ലേ നാടകം? അടുത്ത ഞായറാഴ്ച കേട്ടോ ചേട്ടന്റെ നാടകം. നവംബർ 1-ാം തീയതിയാണ് എന്റെ നാടകം. നാടകം എന്താകുമ്പോ എന്തോ നീ ചെയ്താലേ ശരിയാവൂ എന്ന് പറഞ്ഞിട്ടാണ് വലിയ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ജയന്തിയച്ഛനെ വിളിച്ചോണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി ജയന്തിയച്ചിക്ക് മനസ്സിലാവും. നമ്മളെ ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ഇടുന്നുണ്ട് കേട്ടാ. പായസം പാകമായി തുടങ്ങി. ഒരു കുറച്ച് ഏലക്കായ പൊടിട്ടാ ഇതിൽ കലക്കിട്ടോ ചേട്ടാ. ഇതിലിടാ, അരിഞ്ഞു പോയോളൂ. ഇപ്പൊ ശരിക്കും പായസത്തിന്റെ മണം വന്നു കേട്ടാ. ഒരു 5-10 ഏലക്കായിന് പൊടിച്ചിട്ടുള്ള എന്റെ പൊടീന് കേട്ടാ. പായസം ശരിക്കുള്ള കട്ടിയായിട്ടാ. അപ്പൊ നമുക്ക് ഇത് ഈ 2 നാളികേരത്തിന്റെ 1-ാം പാല്, ഒരു തുണ്ട് വെള്ളം ഒഴിക്കാത്ത പാല് നമ്മൾ ചേർക്കാണ്. ഇനി തിളക്കണ്ട നമുക്ക് കേട്ടാ. തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തു. നല്ല അടിപൊളി പായസം പോലെയില്ലേ, ഗോതമ്പ് പായസം പോലെയില്ലേ കല്ലക്കാൻ. പായസം നോക്കിയാൽ സെറ്റായിട്ടാ. കഴിഞ്ഞ വട്ടം നമ്മൾ വെച്ചപ്പോ അണ്ടിപ്പരിപ്പാണ് വറുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നാളികേരം കൊത്താണ് നമ്മള് മൂപ്പിക്കാൻ പോകുന്നത് കേട്ടാ. അപ്പൊ ഇനി
ഇടയ്ക്ക് നടക്കലോട്ടോ ശരി. ഞാൻ നാളെ സെറ്റ് ആകട്ടെ. വീണ്ടും എന്നെ തനിച്ചാക്കി ചേട്ടൻ പോയി. വരും, നാളികേരക്കൊത്തും കൊണ്ടുവരും. ആരാ അവിടെ? അജുമോനാണോടാ? എന്നെ ഒറ്റയ്ക്കാക്കി സരിത പോയി. ഞാൻ പായസത്തിലേക്ക് വീണ്ടും വരുന്നു. നമ്മൾ കാച്ചാനായിട്ട് പാത്രം അടപ്പത്ത് വെച്ചു. നെയ്യിൽ നാളികേരക്കൊത്ത് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പായസം ഉണ്ട് നല്ല ഭംഗിയിൽ സെറ്റായിട്ടിരിക്കുക. പാത്രം നടുവശം ചൂടായി. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കണം കേട്ടോ. അതിലേക്ക് നമ്മുടെ നാളികേരം കൊത്ത് ഇടണം കേട്ടോ. അണ്ടിപ്പരിപ്പല്ല, നാളികേരം കൊത്താണ് നമ്മൾ ചേർക്കുന്നത്. നമ്മുടെ അതിൽ കമൻറ്റിൽ ഒരാൾ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ നാളികേരം കൊത്താകുന്നതാണ് പറഞ്ഞപ്പോൾ എനിക്കും തോന്നി നാളികേരം കൊത്ത് തന്നെയാണ് ഇതിന് ടേസ്റ്റ് എന്ന് മനസ്സിലായി. നെയ്യ് ഇളക്കിയ ടീസ്പൂണാണ്, അതുകൊണ്ട് ഇളക്കാം. നെയ്യ് ഇളക്കിയ ടീസ്പൂണല്ല കേട്ടോ, നെയ്യിൻ്റെ പാത്രത്തിൽ ഇട്ടുള്ള നെയ്യ് എടുത്ത ടീസ്പൂൺ കാര്യം കഴിഞ്ഞ്. അതുകൊണ്ടാണ് നമ്മൾ ഇളക്കണത് കേട്ടോ. ഇത് കാച്ചി മുഴുവനാവാറായപ്പോൾ ശരീരത്തിൽ എത്തിയിട്ടാ. അതൊക്കെ മിസ്റ്റേക്ക് ആയിരുന്നു. ഞാനൊപ്പുള്ളപ്പോഴാണ് ചേട്ടന് മിസ്റ്റേക്ക് കൂടുകയെന്ന് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. തീ ഓഫ് ചെയ്യട്ടെ? തീ ഓഫ് ചെയ്തോ? മൂത്തു. ഞാനില്ലാത്ത വീഡിയോകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് നന്നായിട്ട് ചേട്ടാ അവതരിപ്പിക്കുക. ഒരക്ഷരം തെറ്റൂല, ഒന്നുമില്ല, നന്നായി ഇങ്ങനെ ഓടി നടന്ന് അവതരിപ്പിക്കും. ഞാനൊപ്പുണ്ടെങ്കിൽ ഇടയ്ക്ക് വല്ല വർത്താനം പറയണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ തിരിഞ്ഞു നോക്കും. കാണുന്നവര് ശരിക്കും എന്നെ പേടിച്ചിട്ട് ഞാനൊന്നും പറയാവോന്ന് പേടിച്ചിട്ട് ഒഴിച്ചു നോക്കണ്ട, എന്നോട് ചോദിക്കണ അനുവാദം. അപ്പൊ ഞാൻ ക്യാമറ പോലില്ല ഈ തെളിയുന്നതും കണ്ടോ. നമ്മുടെ പായസത്തിന്റെ ഗ്ലാമർ നോക്കി. മുളരി പായസം അത് പറയൂ. എന്താ പറയണം, എന്താ അതിന്റെ ഒരു ഗ്ലാമർ പായസം. അങ്ങനെ പായസ പണി കഴിഞ്ഞു. അപ്പൊ നമുക്ക് അതിരപ്പള്ളിയിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ള എന്തൊരു അഗൈതവമായി നന്ദി നമ്മൾ അറിയിക്കുകയാണ്. ഈ പായസം കുടിച്ചിട്ട് എന്തായാലും എല്ലാവരും ആ വെബ്സൈറ്റ് കയറി നോക്കുക. അതിൽ കുറെ ഉപകാരമുള്ള സാധനങ്ങൾ നമ്മളുടെ വ്യൂവേഴ്സ് പറഞ്ഞാൽ കൃഷി ഇഷ്ടപ്പെടുന്നവരല്ല. അപ്പൊ കൃഷിക്ക് ആവശ്യമായ സാധനങ്ങൾ, ഗാർഡൻ ടൂൾസും എല്ലാം, വിത്തുകളൊക്കെ എവിടെന്നാ വാങ്ങിക്കണേ, എവിടെന്നാ കിട്ടാന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ നമുക്ക് കമന്റ്സ് വരുന്നതാ. അപ്പൊ അതിലതൊക്കെ ഉണ്ട് കേട്ടാ. ഞങ്ങള് ഇത് കുഴിച്ചിട്ടിട്ട് പറയുന്നുണ്ട്. കൈപ്പക്കിയില്ലേ, പാവയ്ക്കയുടെ വിത്ത് എന്തായാലും നാളെ തന്നെ കുഴിച്ചിടും. എന്നിട്ട് ഇതിന്റെ എങ്ങനെയുണ്ടെന്ന് പറയാട്ടാ. അറിയില്ല, നമ്മൾ എന്തായാലും നമുക്ക് പാവിട്ട് നോക്കി നോക്കാം. അപ്പൊ ഒരു സ്വല്പം കഴിഞ്ഞിട്ട് അല്ല സരിത ആ ക്ലാസ് തന്ന പായസം കുടിക്കാം. ചൂടാറുണ്ടേ? അല്ല ഇതിപ്പോ ചൂടാറും. സൂപ്പർ പായസം. വീണ്ടും സരിതനെ ഒറ്റയ്ക്കായിട്ട് പോയി. അപ്പൊ ഒരു പാട്ട് പാടാം നമുക്ക്. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ചേട്ടാ ഈ പാട്ടിന്റെ ഡാൻസ് കളിച്ചാലോ നമുക്ക്? മലയിച്ച സുരഭില പൊളകിത നിമിഷം ഇതേ ഇതാ മനസ്സിച്ച മധുഗണം അനുപമ രസിലകതേ. അങ്ങനെ പാട്ട് തെറ്റി എന്നെ. എനിക്ക് ഈ പാട്ടിന്റെ വരികൾ അറിയില്ല, ഇത് ഇത്തിരി ബുദ്ധിമുട്ട്. എന്റെ വരികൾ എൻ മനസ്സിൽ പാനപാത്രം നീ നുകരാൻ വാ, നിൻ മഞ്ചരി വാ 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 സഖീവാ. നല്ല രസം അതിന്റെ ഇത്. അതെ, അപ്പൊ ഡാൻസ് കളിക്കാം, ഷോർട്സ് എടുക്കാം. ഉല്ലാസപൂത്തിരി പറഞ്ഞ പാട്ടില്ലേ, അത് ഒരു സമയത്ത് അതിലേക്ക് ആളുകൾ ഇങ്ങനെ പുളവും കുളിച്ചിടുന്ന പാട്ടായിരുന്നു. അതാ എല്ലാവരും വിചാരിച്ചു ജയന്റെ പാട്ടാന്ന് വിചാരിച്ചിടന്നേ. ജയനല്ല സത്യത്തിൽ ഇത് ജോസാണ്. ഞാൻ ഇന്നലെ ഈ പാട്ട് വെറുതെ ഇങ്ങനെ ഒരു പാട്ടുകൾ ഇങ്ങനെ കണ്ടോണ്ട്. ഏത് പാട്ടാന്നറിയോ? സ്വരം പൂവിടും ആ പാട്ട്. ഗാനമേ
അപ്പൊ ആ പാട്ട് ഇങ്ങനെ കേട്ട് യൂട്യൂബിൽ ഇങ്ങനെ കണ്ടുവന്നപ്പോ അതിന്റെ താഴെ ഇത് തന്നെ വന്നതാ. അപ്പൊ ഇത് കണ്ടപ്പോ ഉണ്ട് ജ്യൂസും പിന്നെ അംബിക. പണ്ടത്തെ ഈ പാട്ട് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ ജയനായിരുന്നു. പണ്ടത്തെ സിനിമയിലത്തെ ഗായകനാണ് വേണല്ലേ ഇത് എടുക്കാനായിട്ട് കയ്യിലെടുത്തിട്ട് വരാം. വീണ്ടും സരിത പോയി. അപ്പൊ ഞാൻ വീണ്ടും ഒരു പാട്ട് പാടാം. വാ വാ മനോരഞ്ജിനി സുരാംഗിനി സൂപ്പർ സുരസുന്ദരി നളദമയന്തി കഥയിൽ അരയന്നമോ കണ്ണാശ്രമത്തിലെ. എനിക്ക് ആ പാട്ടൊന്നും അറിയില്ല. അജുവായിട്ട് ഒരു പാട്ട് പാടുകൊണ്ട് കമന്റ്സ് വരും. ഇനി ഒരാള് പറയരുത് ഇങ്ങനെ. എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു പാട്ട് ഏതെന്നറിയോ? ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത്, കണ്ടിരിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട് ഏതെന്നറിയോ? വടക്കൻ വീര. ഞാൻ പറഞ്ഞുതരാം ഏത് പാട്ടാണ്. മറ്റേ മൊഹറയിലത്തെ പാട്ട്. അതൊന്നല്ല, വടക്കൻ വീരാതലത്തെ മമ്മൂട്ടി ഇതല്ലേ ഈ കുതിരപ്പുറത്ത് വരുന്നത്. അതിന്റെ കണ്ടിരിക്കാനും അത് കേൾക്കാനും എന്തോ ഉണ്ട് ഒരേ സമയം വരുത്. ആ കുതിരപ്പുറത്ത് തന്നെ ഇതില്ലേ, എന്താ രസല്ലേ. മനസ്സിലായി കാര്യം പിടികിട്ടി. അപ്പൊ പായസം ഒഴിക്കട്ടെ ഞാൻ. ഇതേടെ പായസം ഇളക്കി ഒഴിക്കാണ് കേട്ടാ. ടിപ്പ് ടിപ്പ് ബർസാ പാനി. ചിരിക്കാണ്ട് പിടിച്ചു നിക്ക. ചേട്ടന് ഡ്രീം ഗേൾ ആയിരുന്നു രവീണ അല്ലേ? അതല്ല, കൈയൊക്കെ വിറച്ചാകെ പുറത്തുകൂടിയൊക്കെ പോയി. എല്ലാവർക്കും ഉണ്ട് സിനിമ ഓരോ നടന്മാരും ഇഷ്ടം. നമ്മുടെ കുറെ പേര് കാജലിന്റെ ആയിരുന്നു, കുറെ പേര് ഈ മറ്റേ ഇവളല്ലേ കരിഷ്മ കപൂർ ആയിരുന്നു. കല്യാണം കഴിഞ്ഞ സമയത്ത് ഈ പാട്ട് ഇതില് വരുമ്പോ ഇരുന്ന് കാണുമ്പോ ഞങ്ങൾ രണ്ടാളും അടിയായിരുന്നു. ഗംഭീര പായസം ഉണ്ട്. ആ സമയത്തൊക്കെ MTV ചാനലിലൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുകളുണ്ടായിരുന്നു. അതൊക്കെ ഇരുന്ന് കാണലായിരുന്നു ചേട്ടന്റെ പണി. എനിക്ക് ഗോതമ്പ് പായസം പോലെ. മറ്റേ സിനിമയില് ഈ 4 പാട്ടും രണ്ടുപേര് ചെവിയേക്കാത്തവര് വർത്താനം പറയില്ല. സ്നേഹിതൻ. ചെവി കേക്കാപ്പോ. തേനി ഗോതമ്പ് പായസം ഒരു മാറ്റമില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഈ പായസം. ചൂടാറിട്ടാണ് എനിക്ക് കുടിക്കാട്ടാ. ഇത് നമുക്ക് അവിടേക്ക് കൊണ്ടുകൊടുത്താലോ? അല്ല ചേട്ടനും നമ്മളെ ഇന്നാളുണ്ടാക്കിയ പായസം പോലെ ഒന്നല്ല. ഈ മുളകരിയുടെ പായസം നാളുണ്ടാക്കിയല്ലോ ഒരു കൊല്ലം മുമ്പ് ഓണത്തിന്. അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ഇന്നസെന്റ് മറ്റേ ഇതില് പറയില്ലേ, മറ്റേ കോഴി മറ്റേ കാർക്ക് വായിലായിട്ട് ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രം ഇറങ്ങി ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി. അതല്ലേ ചിക്കൻ നല്ല മുറ്റ. അതുപോലെ നമ്മൾ ചവയ്ക്കായിരുന്നു. ഇതിപ്പം നമ്മളെ ഇതിൽ കമന്റ് ഇട്ട ആള് പറഞ്ഞു തന്നുകൊണ്ട് വളരെ സ്മൂത്തായി സാധനം. അതന്നെ. അപ്പൊ എല്ലാവരും മുളയേരി ഈ ലിങ്കിൽ കേറിയിട്ട് അതിൽ കേറിയിട്ട് വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കട്ടാ. ഒരു പൊട്ട് കുടിച്ചു ചോദിക്കുന്നു. കുടിക്കാം, ചൂടാറട്ടെ. മധുരം ഒക്കെ പാകത്തിന്. അതാ പിന്നെ തൂക്കം നോക്കിട്ട് ആ കഷ്ണം ഇട്ടാറ പാകത്തിനായതേ കുറഞ്ഞാണ്. അത് 24 ഗ്രാമുള്ളോ. നീ കഴിച്ചു നോക്കിയേ. ഇതാ അവർക്ക് കൊടുക്കാം. അല്ല, നമ്മളെ പായസം എപ്പോഴൊന്നും ശരിക്കും ഗോതമ്പ് പായസം പോലെ അല്ല, ഒരു മാറ്റമില്ല. ആ ക്രഷ് ചെയ്താലും ഗോതമ്പ് അത് ശരിക്കും അത് മുറിഞ്ഞൂലോ. മുറിയുമ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് അത് വേവുമ്പോൾ ഇങ്ങനെ പൊളിയും. അപ്പം അതിലേക്കൊക്കെ ഈ സാധനം കയറും മധുരം. ഗോതമ്പ് പായസം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് പായസം. നിന്റെ അമ്മയ്ക്ക് ഇത്തിരി പായസം കൊണ്ട് നടക്കാം. അപ്പം അമ്മയ്ക്ക് ഇത്തിരി പായസം കൊണ്ട് നടക്കാം. വയ്യാണ്ടിരിക്കായിരുന്നു, ആശുപത്രിയിലായിരുന്നു. പനിയായിട്ട് പോയതാ ഡോക്ടറെ അടുത്ത്. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ ന്യൂമോണിയ. അപ്പൊ മെട്രോയിൽ ഒരാഴ്ച കിടന്നു. അപ്പൊ ഇടയില് മെട്രോ ആശുപത്രി പ്രയാഗേനെ കണ്ടില്ലേ, വാവേനെ തുന്തുരുണ്ടുണ്ണീനെ. അപ്പൊ ചക്കര ആശുപത്രിയിലാവുമ്പോളേ
വീട്ടില് ഉണ്ണി ഒറ്റയ്ക്കാവില്ല, അപ്പം ഞാൻ കൊണ്ടുവന്നോടന്താ. പിന്നെ ഷൂട്ടിങ്ങില്ലാത്ത ദിവസം ഞാൻ അവിടെ പോകും ആശുപത്രിയിൽ. അങ്ങനെ അപ്പം ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച കേട്ടാ, കുഴപ്പമൊന്നുമില്ല. എന്നാലും അങ്ങോട്ട് ഉഷാറായിട്ടില്ല. അപ്പം ഇപ്പം കൊണ്ടുകൊടുക്കാം അമ്മയ്ക്ക്. അമ്മയ്ക്ക് കൊടുക്കാം. അടിപൊളി പായസം. അപ്പം നിങ്ങൾ ഉണ്ടാക്കാം. മറ്റേ നമ്മുടെ ഈ തരംഗനെ സപ്പോർട്ട് ചെയ്യാം. നിർത്താം. അടുത്ത വീഡിയോ കാണാൻ വരാം. നന്ദി, നമസ്കാരം. ടിപ്പ് ടിപ്പ് ബർസ്